പഠിപ്പിച്ച ചരിത്രമല്ല ചാവ. ചാവ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മളുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള നമ്മളുടെ ഹീറോസ് അനുഭവിച്ച ത്യാഗങ്ങളും അവരുടെ ആ ഒരു ധീരതയും അവർ ആ നാടിന് വേണ്ടിയിട്ട് 1% പോലും തല കുനിക്കാതെ ഒരാളുടെ മുമ്പിൽ ഒരു അധിനിവേശത്തിൻ്റെ മുമ്പിലും തല കുനിക്കാതെ നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് ചാവ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. അത് മലയാളത്തിലും തമിഴിലും സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ്, അതായത് ഡബ്ബിംഗ് മൂവി ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ചാവ ഒരു ആൾക്കാരിലോട്ട് എത്താതെ, സാധാരണക്കാരിലോട്ട് എത്താതെ. പക്ഷെ അതൊരു തമിഴിലോ മലയാളത്തിലോ അതിൻ്റെ ഒരു ഡബ്ബിംഗ് വെർഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാർ, അല്ലാതെ തന്നെ ഹിന്ദി ആയിരുന്നിട്ട് പോലും പലർക്കും ഭാഷ മനസ്സിലാകാതിരുന്നിട്ട് പോലും ഒരുപാട് ആൾക്കാർ ചാവ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടെ കാണുകയും ഒരുപാട് പേര് അവസാനത്തെ ഒരു അരമണിക്കൂറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോകും ആ സിനിമ. അത്രയ്ക്കും ഭയങ്കരമായിട്ടാണ് ഈ മുഗളന്മാരുടെ ആ ഒരു മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു എൻഡിങ്ങും ശിവജി മഹാരാജിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ, അതായത് ശിവജി മഹാരാജിന് ശേഷം മുഗളന്മാർ ശിവജിയുടെ ടെറിട്ടറി മറാത്ത സാമ്രാജ്യം ആക്രമിക്കാൻ ശ്രമിക്കുമ്പം അതിനെ പ്രതിരോധിക്കുന്നതും, അതായത് ഈ ഔറംഗസീബ് എന്ന് പറയുന്ന ആ ഒരു ഷഹൻഷാ, ഒരു ചക്രവർത്തിയെ അദ്ദേഹത്തിൻ്റെ അധിനിവേശത്തെ പ്രതിരോധിക്കുന്നതൊക്കെയാണ് ചാവയിൽ പറയുന്നത്. അതായത് ഈ അക്ബർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ പലായനം ചെയ്യുകയാണ്. സാംഭാജിയുടെയൊക്കെ ആ ഒരു പോരാട്ട വീര്യം കണ്ടിട്ട് അക്ബർ എന്ന് പറയുന്ന ഔറംഗസീബിൻ്റെ മകൻ ഇവിടുന്ന് പലായനം ചെയ്യാണ് ഭാരതത്തിൽ നിന്ന്. അതോടുകൂടി അതായത് ഈ ഔറംഗസീബോട് കൂടി മുഗളന്മാരുടെ സാമ്രാജ്യം ഭാരതത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു ചരിത്രം അവരുടെ ആ ഒരു ത്യാഗത്തെ, അതായത് സാംഭാജിയുടെയും ശിവജി മഹാരാജുവിൻ്റെയൊക്കെ ത്യാഗത്തെ അതേപോലെ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരവരുടെ മാക്സിമം ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും, നമ്മളെ ഭാരതീയരായിട്ടുള്ള എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയാണ് ചാവ എന്ന് പറയുന്നത്. നമ്മളുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫ്ലുവൻ്റായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭാഷ ഒന്ന് മലയാളവും ഒന്ന് ഇംഗ്ലീഷുമാണ്. ഹിന്ദിയോ അല്ല ഇങ്ങനെയുള്ള ഭാഷകൾ നമുക്ക് അത്രയും എല്ലാവർക്കും എല്ലാ ജനറേഷനും നമുക്ക് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒന്ന് നമ്മളെ ഭാഷയായിട്ടുള്ള മലയാളം, രണ്ടാമത് ഇംഗ്ലീഷിൻ്റെ സബ് ടൈറ്റിൽ ഉണ്ടെങ്കിലും നമുക്ക് സ്ക്രീനിൽ നിന്നും ആ സബ് ടൈറ്റിലോട്ട് നമുക്ക് കണ്ണെടുക്കാൻ പറ്റത്തില്ല. ഓരോ സീനുകളും ആ തുടക്കം മുതൽ, അതായത് ബാഹുബലി എന്ന് പറയുന്നത് അതൊരു രാജമൗലി എന്ന് പറയുന്ന ക്രിയേഷനാണ്. പക്ഷേ ഇത് ഹിസ്റ്റോറിക്കലാണ്. പക്ഷേ റിയലിൻ്റെ അത്രയും പോലും ഇല്ലെന്നാണ് നമുക്കിത് പറയാം. എന്നാൽ പോലും നമുക്ക് രോമാഞ്ചം കൊള്ളുന്ന ഒരുപാട് സീനുകൾ, അദ്ദേഹത്തിൻ്റെ ആ പോരാട്ട വീര്യം, വിക്കി കൗശൽ എന്ന് പറയുന്ന നായകൻ ഭയങ്കരമായിട്ട്, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് രശ്മിക മന്ദാന, ഈ പുഷ്പ 2 എന്ന അതിൻ്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രശ്മിക മന്ദാനയൊക്കെ ഭയങ്കരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിലൊക്കെ വളരെ നമുക്ക് അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ രശ്മിക മന്ദാനയുടെയൊക്കെ ആ പെർഫോമൻസ്, അതായത് സാംഭാജി മഹാരാജുവിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മികയുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പോലും നമുക്കൊരു മോശമെന്ന് പറയുന്നതല്ല, അവർ അടിപൊളിയായിട്ട് ആ വേഷം അവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഭാഷയുടെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും ഇപ്പോൾ കുറേശ്ശെ ആൾക്കാരിലോട്ട് അത് എത്തുന്നുണ്ട്. നല്ല റേറ്റിംഗ് ഉണ്ട് പടത്തിന്, നല്ല റേറ്റിംഗ് ഉണ്ട്. ഈ കണ്ട എല്ലാവരും അവസാനത്തെ അരമണിക്കൂറൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ തിയേറ്ററിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ണ് നിറഞ്ഞിട്ടാണ്. പലരും അദ്ദേഹത്തിൻ്റെ ആ ഒരു ധീരതയും അവസാനം പോലും, മരണത്തിന് തൊട്ടും പോലും അദ്ദേഹം തല കുനിക്കാതെ മുഗൾ സാമ്രാജ്യത്തിന് മുമ്പിൽ പിടിച്ചു നിന്നത് നമ്മളിലെല്ലാം ഒരു ദേശീയത ഭയങ്കരമായിട്ട് നമുക്കൊരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്.